സാങ്കേതിക വിദ്യകളുടെ കുതിപ്പ് ദിനംപ്രതി ലോകത്ത് വർദ്ധിച്ചു വരികയാണ്. മനുഷ്യൻ ഇടപെടുന്ന നിഖില മേഖലകളിലും സാങ്കേതിക വിദ്യകൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമെന്നോണം മനുഷ്യൻ്റെ രക്ഷയ്ക്കു വേണ്ടിയും റോഡപകടങ്ങൾ കുറക്കാൻ വേണ്ടിയും നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച AI ക്യാമറകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ അഥവാ നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഏതൊരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുമ്പോഴും അതിന് ബദൽ സംവിധാനം സാധാരണഗതിയിൽ കണ്ടുപിടിക്കപ്പെടാറുണ്ട്. ഒരാൾ പോസിറ്റീവ് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാൽ അതിന് നേരെ നെഗറ്റീവായ കാര്യങ്ങൾ മറ്റൊരാൾ കണ്ടുപിടിക്കാറുണ്ട്. എന്നാൽ അതുപോലെ AI ക്യാമറകളുടെ വിഷയത്തിലും സംഭവിച്ചിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധി ക്യാമറകൾ എവിടെയൊക്കെയുണ്ടെന്ന് അറിയാനുള്ള മൊബൈൽ ആപ്പുകളാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ഇന്നു സംസ്ഥാനത്ത് കൂടി വരികയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ആളുകൾ പരസ്പരമുള്ള സംസാരങ്ങളിലൂടെയുമാണ് ഈ ആപ്പുകളെക്കുറിച്ച് മലയാളികൾ ഇങ്ങനെ കേട്ടുവരുന്നത്. ഇങ്ങനെയുള്ള ആപ്പുകൾക്ക് ക്യാമറകളുടെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിയുന്നത് GPS-ഉമായുള്ള ബന്ധം മുഖേനയാണ്. ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം എത്തുന്നതിന് അര കിലോമീറ്റർ അടുക്കുമ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഫോണിൽ നിന്ന് ശബ്ദ സന്ദേശമെത്തും. സീറ്റ് ബെൽറ്റ് നിങ്ങൾ ധരിക്കണം, സ്പീഡ് പരിധി പാലിക്കണം തുടങ്ങിയ സന്ദേശങ്ങളാണ് ആ ഫോണിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുക. ഇങ്ങനെ 2 തവണ ഈ സന്ദേശം അവർക്ക് കേൾക്കാൻ കഴിയും. ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തിന് 50 മീറ്റർ അടുത്തെത്തുമ്പോൾ തുടർച്ചയായി ബീപ്പ് ശബ്ദവും ഉണ്ടാകും. ഓരോ പ്രദേശത്തും അവർ പാലിക്കേണ്ട സ്പീഡ്, ദൂരം എത്രയാണ്, പരമാവധി വേഗത എത്രയാണ് എന്നൊക്കെ ആപ്പിൽ കാണാൻ സാധിക്കും. വാഹനം ഓടുമ്പോഴുള്ള വേഗവും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ 4 വർഷം മുമ്പ് പ്രചരിച്ചതാണ് ക്യാമറ സ്ഥലം തിരിച്ചറിയാനുള്ള ആപ്പുകൾ. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമേ ആയിട്ടുള്ളൂ. ക്യാമറ വച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി വാഹനമോടിക്കുന്നതല്ല യഥാർത്ഥ ഗതാഗത സംസ്കാരം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കുന്നത് അവനവൻ്റെ രക്ഷയ്ക്കാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലെ മെമ്മറി ഇല്ലാതാക്കേണ്ട കാര്യമില്ല എന്നും ഉദ്യോഗസ്ഥർ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്വകാര്യത വിട്ടുവീഴ്ച ചെയ്ത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. ക്യാമറ തിരിച്ചറിയാനുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SMS, മൊബൈൽ ക്യാമറ, മൈക്രോഫോൺ, കോൺടാക്റ്റ് എന്നിവയിൽ പെർമിഷൻ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ നൽകിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നതാണ് ആപ്പ് കമ്പനിയുടെ നയമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് ഫോണിൻ്റെ ഉടമയാണ്. ലൊക്കേഷൻ പെർമിഷൻ ഇല്ലാതെ ഇത്തരം ആപ്പുകൾ പ്രവർത്തിക്കില്ല. ആവശ്യം കഴിഞ്ഞ് ആപ്പിൽ നിന്ന് എക്സിറ്റ് ആയില്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷമാണ് ചെയ്യുക. ഇനിയെങ്കിലും കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കൂ. റോഡിലൂടെ നിയമങ്ങൾ ലംഘിച്ച് പാറിപ്പറന്ന് അവസാനം ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ മാത്രം നമ്മൾ നിയമങ്ങൾ പാലിച്ച് അതിനു മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് ധരിക്കാതെ ഇങ്ങനെ നടന്ന് അവസാനം ക്യാമറയോട് അടുക്കുന്ന സമയത്ത് മാത്രം ഇവകൾ ധരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? എന്നാൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ടി വന്നേക്കാം. ഏതു സമയത്തും ഇങ്ങനെയുള്ള ആപ്പുകൾ പിടിച്ചെടുക്കപ്പെട്ടേക്കാം. അത് ഉപയോക്താക്കൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം.